അസ്സാം വലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ വാഷിങ്ങിന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് എണീച്ചപ്പോഴത്തേക്കും. അതിന് ശേഷം ഇതാ പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പാൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. ഫസ്റ്റത്തെ വെള്ളി വീണു അല്ലേ, സോറി. പിന്നെ ഇതാ പാലൊക്കെ ഒന്ന് അരിച്ചെടുത്ത് നമ്മളിതാ ചായ വയ്ക്കാൻ പോവുകയാണ്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ ഡെയിലി നിങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2007 എൻ്റെ കല്യാണം കഴിഞ്ഞത്. 16ാമത്തെ വയസ്സിൽ. 17 വയസ്സാവുന്നത് എനിക്ക് റിഹാൻ കുട്ടി ജനിച്ച പിന്നെയാണ്. ഫെബ്രുവരി 14 2008 ഫെബ്രുവരി 14 റിഹാൻ ജനിച്ചു. എൻ്റെ ബർത്ത്ഡേ മാർച്ച് 13 അപ്പോൾ ഒരു മാസം വ്യത്യാസത്തിലാണ് കേട്ടോ. എന്നിട്ടാണ് എനിക്ക് 17 വയസ്സാവുന്നത്. ആ ടൈമിലൊക്കെ അത് ഭയങ്കര നോർമലായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പം കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുക, അയ്യോ അത്ര ചെറുപ്പത്തിൽ കഴിഞ്ഞു, അത്ര ചെറുപ്പത്തിൽ കുഞ്ഞായോ എന്നൊക്കെ. പക്ഷെ അന്ന് അതൊരു നോർമൽ വിഷയമായിരുന്നു. ഇപ്പം പിന്നെ നമ്മുടെ പെൺകുട്ടികളുടെ വീട്ടുകാർക്കും കുറേ ബോധം വന്നു, അതേപോലെ തന്നെ പെൺകുട്ടികൾക്കും കുറേ ബോധം വന്നു. അപ്പോൾ പിന്നെ അവർ ഇൻഡിപെൻഡൻ്റ് ആയ ശേഷമാണല്ലോ കല്യാണത്തിനൊക്കെ എന്താ പറയുക എസ് മോളുന്നത്. അങ്ങനെ ഞാനും അയാളും മോർണിംഗ് ഭയങ്കര ഡിസ്കഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പൊതുപരീക്ഷനെ കുറിച്ചായിരുന്നു കേട്ടോ. എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്കാണെങ്കിൽ അറബി മലയാളമൊന്നും അധികം അറിയില്ല, പഠിപ്പിച്ചു കൊടുക്കാൻ അറിയുന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവനക്ക് അറിയണ എഴുതിയിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഞാനതങ്ങ് വിടുകയാണ് ശരിക്കും പറഞ്ഞാൽ, എന്താവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ ജിനി എന്താ വിശേഷം, കിച്ചണൊന്നും മാറ്റം വന്നില്ല. അപ്പം നമ്മുടെ വ്ളോഗ് കാണാണ്ട് കുറേ ദിവസമായില്ലേ. ഈ ഒരു ഐഡിയിൽ നിന്ന് കമൻറ്റ് വന്നിട്ടും കുറേ ദിവസമായി. നമുക്ക് എപ്പോഴും കമൻറ്റ് വരുന്ന ഐഡിയകൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവരുടെ കമൻറ്റ് കാണാണ്ടാവുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് പറ്റി, അവരെ എന്താ കമൻറ്റ് ഇടാത്തത് എന്നുള്ള ഒരു ഇത് വരുമല്ലോ നമുക്ക്. അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. എപ്പോഴും നമുക്ക് നമ്മുടെ വീഡിയോയിൽ എപ്പോഴും കമൻറ്റ് കാണാറുണ്ട്. കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല എന്ന് ഞാനും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് കമൻറ്റ് ഇട്ടതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ വേറെന്താ, ഉപ്പാൻ്റെ ബോഡി ഷോ ഉണ്ടല്ലോ എന്ന് ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. സാധാരണ ഞാൻ വീഡിയോയിൽ മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. ഇത് ഞാൻ കണ്ടില്ല കേട്ടോ. എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി പോയി നോക്കിയാലേ. കറിവേപ്പില പറിച്ചപ്പോഴാണ് എനിക്ക് ഒരു കമൻറ്റ് ചോദിച്ചത് ഓർമ്മ വന്നത്. അതായത് നമ്മുടെ കറിവേപ്പിലയ്ക്ക് എന്ത് വളമാണ് ഇട്ട് കൊടുക്കണത് എന്നുള്ളത് നമ്മളൊന്നും നോക്കാറില്ല. ഇടയ്ക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ വളമോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ തൊടിയിൽ കറിവേപ്പില ഒരുപാടുണ്ട്. ക്ഷാമം വന്നിട്ടില്ല, ഇനിയും അങ്ങനെ വരട്ടെ. നിറയെ തഴച്ച് വരട്ടെ. കുറേ ഭാഗത്ത് മരങ്ങളുണ്ട്, കുറേ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി തേങ്ങയൊക്കെ പൊളിച്ചു. നല്ല ഫ്രഷ് തേങ്ങ, ഫ്രഷ് വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ വെള്ളമൊക്കെ കുടിച്ചു, നല്ല ഉഷാറായിരുന്നു. പിന്നെ നമ്മുടെ ദുബായിലുള്ള ഒരു എന്താ പറയുക ഫാമിലി മെമ്പർ ഇതുപോലെ കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഉഷാറാണ്, മടി പിടിച്ചിരിക്കുമ്പം ഒരു വീഡിയോ കണ്ടാൽ മതി, പിന്നെ തനിയെ എല്ലാ കാര്യങ്ങളും അങ്ങ് നടന്നു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അതുപോലെ തന്നെ കൊല്ലങ്കോട് വരുന്നുണ്ട്, അടുത്താണ്. കൊല്ലങ്കോട് നമ്മുടെ ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കൊല്ലങ്കോട് ഫേമസ് ആയ പിന്നെ ഞാൻ എന്തായാലും വന്നിട്ടില്ല കേട്ടോ. വരണം എന്നൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, ജിനി ഞങ്ങളുടെ ഹാർട്ട് തന്നു കഴിഞ്ഞാൽ മരിച്ചു പോകില്ലേന്ന് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. അത്രയും ഹാർട്ടൊന്നും എനിക്ക് വേണ്ട. ഒരു റെഡ് ഹാർട്ട് നമ്മുടെ കമൻ്റൊക്കെ ആക്കില്ലേ, അതിലില്ലേ ഒരു റെഡ് ഹാർട്ട്, അത് മതി. അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഒറിജിനൽ ഹാർട്ടൊന്നും നമുക്ക് വേണ്ട കേട്ടോ. പിന്നെ എന്താ പറയുക, ജിനി FB ഫോട്ടോ കണ്ടു ചൂടെ. ജിനി സുന്ദരി. റിഹാൻ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല. ഇല്ല, റിഹാൻക്ക് ഗിഫ്റ്റ് എന്താ പറയുക, ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അന്ന് ഒരു വ്ളോഗിന് ഇട്ടിരുന്നു. അത് ബർത്ത്ഡേക്കും കൂടിയുള്ള ഡ്രസ്സ് പർച്ചേസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവനക്ക് മേടിച്ചു കൊടുത്തത്. പിന്നെ ഒരു ഷൂ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത്ര തന്നെ. പിന്നെ ബർത്ത്ഡേക്ക് അന്ന് പോയിട്ട് ഡ്രസ്സ് എടുക്കലോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. പിന്നെ കേക്ക് തന്നെ അവന് വേണ്ടാന്നാണ് പറഞ്ഞിരുന്നത്. അത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ചൊന്നും മാത്രമാണ് കേട്ടോ.
അതുപോലെ ഇന്നലെ നമ്മൾ FBയിൽ ഫോട്ടോ ഇട്ടില്ലേ, അത് ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ല ഞാൻ ഇതിൻ്റെ തംബ്നെയിലാക്കിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്ക് കേട്ടോ. എൻ്റെ FBയിലുള്ള ഫോട്ടോ കണ്ടിട്ട് എൻ്റെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു വായിക്കാനും. അതേപോലെ തന്നെ കുറേ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരാൾ കമൻ്റ് ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആക്ച്വലി തടി ഉണ്ടല്ലോ, ഞാൻ തടിച്ചിരുന്ന സമയത്തും എന്നെ ഇഷ്ടമായിരുന്നു, മെലിഞ്ഞിരുന്ന സമയത്തും എനിക്ക് എന്നെ ഇഷ്ടമാണ്. നമുക്കൊരു സെൽഫ് ലവ് വേണമല്ലോ എപ്പോഴും. എനിക്ക് അപ്പോഴും എന്നെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആര് തടിനെ കുറിച്ച് പറഞ്ഞാലും ഡോണ്ട് കെയർ ആയിരുന്നു. വിഷമം ഉണ്ടാവും, മൈൻഡിൽ നല്ല വിഷമം ഉണ്ടാവും, ഇവരെന്തിനാ ഈ പറയുന്നത്. പക്ഷേ ഒരിക്കലും എനിക്ക് എന്നെ ബോറായിട്ട് തോന്നിയിട്ടേ ഇല്ല കേട്ടോ ആ ടൈമിലും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, വീഡിയോയിലൊക്കെ കാണാൻ തുടങ്ങിയപ്പം കുറച്ചുകൂടി ഒന്ന് മെലിഞ്ഞാൽ നന്നായിരുന്നു എന്നുള്ള ഒരു തോട്ട് നമുക്ക് വരുമല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ തടി കുറയ്ക്കാൻ ശ്രമിച്ചതും ഹെർബൽ ലൈഫിൽ പോയി ചേർന്നതും ഒക്കെ ആ ഒരു റീസൺ കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ തടി കുറച്ചപ്പം ഇപ്പോഴും എന്നെ ഇഷ്ടമാണ്. അതേ ഇഷ്ടം തന്നെ, ഈ ഇഷ്ടം തന്നെയായിരുന്നു എനിക്ക് എന്നെ പണ്ട് കേട്ടോ. ഒരിക്കലും ഞാൻ തടി കൂടുതലായതുകൊണ്ട് ഞാൻ എന്നെ ഇഷ്ടമല്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റി എൻ്റെ മൈൻഡിൽ വെച്ചിട്ടേ ഇല്ല. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ തടിയോ മെലിവോ കറുപ്പോ വെളുപ്പോ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത കുട്ടികളാണ്. അവരങ്ങനെ തന്നെ എന്താ പറയുക, ജീവിച്ച് വരട്ടെ, വളർന്നു വരട്ടെ, അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെ തന്നെ ആവട്ടെ. എന്നാലേ നമ്മുടെ നാടിനൊക്കെ കുറച്ച് മാറ്റം വരുള്ളൂ അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നു, അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇതാക്കുന്നു, അങ്ങനെ തന്നെ വേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ഫോട്ടോ ഞാൻ തംബ്നെയിലായിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, കാണാത്തവരൊക്കെ കണ്ടോളൂ. ആ തംബ്നെയിൽ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഡയറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പിന്നെ ജിനിതയുടെ വ്ളോഗ് കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴും എനിക്ക് സെയിം അവസ്ഥയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം, പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഇത്തടെ പാലക്കാട് എവിടെയാണ് പ്ലേസ് ചോദിക്കുന്നുണ്ട്. കഞ്ചിക്കോട് ചുള്ളിമടയാണ് കേട്ടോ നമ്മുടെ വീട്. പിന്നെ ആകപ്പാട് ഒരു ബിരിയാണി മയം, അതെ, ഫുൾ ബിരിയാണി മയം തന്നെയായിരുന്നു. ഇന്നത്തോടെ കഴിഞ്ഞു. ഒന്ന് ഉച്ചയ്ക്ക് നല്ല പരിപ്പ് ചാറും പയറുപ്പേരിയും അച്ചാറും തൈരും കൂട്ടി ഫുഡ് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, എന്തോ ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ വയറിന്. പിന്നെ ഇത്താക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്, ഭയങ്കര സന്തോഷം. പിന്നെന്താണ്, എല്ലാവരും മാക്സിമം ദിവസം കാണാൻ ശ്രമിക്കുക. നിങ്ങളും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളും ഇതുപോലെ വീഡിയോസ് എടുക്കുന്നതും ഒക്കെ കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന് നമുക്ക് വ്യൂസൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കണ്ട് മടുത്തിട്ട് കുറേ ആൾക്കാർ പോയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ചേഞ്ച് ആക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയില്ലേ എനിക്ക്. ഇനിയിപ്പോൾ എന്താണ് ഞാൻ ചേഞ്ച് ആക്കുക? എനിക്കാണെങ്കിൽ ഈ പ്രാങ്ക് വീഡിയോ ഇതൊന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാൻ ഇതുവരെ ഇതാക്കിയില്ല. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഈറ്റിംഗ് അതുപോലെ എന്താ പറയുക, എസ് ഓർ നോ, ഇങ്ങനത്തെ സംഭവങ്ങളില്ലേ, അതൊക്കെ കൊണ്ടുവരണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ വ്ളോഗിൽ ഈറ്റിംഗ് ചാലഞ്ച് ചെയ്യണമെങ്കിൽ 2 ദിവസം പട്ടിണി കിടന്നാലേ നമുക്ക് ഈറ്റിംഗ് ചാലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതങ്ങ് തടിയിലങ്ങ് കയറും. പച്ചവെള്ളം കുടിച്ചല്ല തടി വയ്ക്കുന്നൊരവസ്ഥ എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. രാത്രി ഫുള്ള് പട്ടിണി തന്നെയാണ്. വല്ലപ്പോഴുള്ള ആഹാരം കഴിക്കുക, പിന്നെ രാവിലെ കഴിക്കും, ഉച്ചയ്ക്കും കഴിക്കും. ഇതാണ് കേട്ടോ ഒരു മിനി ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്, അങ്ങനെ എന്തോ ഒരു സംഭവമല്ലേ, അങ്ങനെയാണ് നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഭയങ്കര അത് എടുക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെന്താണ്, കുറേ പരിപാടികൾ ചെയ്യാനുണ്ടായിരുന്നു. ഇതൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. പിന്നെന്താ, എല്ലാവരും പോയ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഒരുപാട് അടിച്ചു വാരാനും ഫ്രണ്ട് ഏരിയ കഴുകാനും ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കിംഗ് ഒന്നും കാര്യമായിട്ട് ഇതിൽ കാണിക്കുന്നില്ല. ഉമ്മ അവിടെ തുണികളൊക്കെ ഇങ്ങനെ തോരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിതാ എന്താ പറയുക, ഈ ഒരു ഏരിയ അടിച്ചു വാരുകയാണ്. നമ്മൾ അടിച്ചു വരുമ്പോൾ അപ്പം കാറ്റ് വീശും, അതാണ് ഏറ്റവും ദേഷ്യമുള്ള കാര്യം. കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ കടൽ പ്രദേശത്തായതുകൊണ്ടൊന്നല്ല കേട്ടോ കാറ്റ് വീശുന്നത്. കഞ്ചിക്കോട്, പാലക്കാട് കാറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കഞ്ചിക്കോട് കാറ്റ്, കഞ്ചിക്കോടിൽ വിൻഡ് മില്ലൊക്കെ കേട്ടിട്ടുണ്ടോ? പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം വിൻഡ് മില്ല് ഇവിടെ ഉള്ളതേ എന്താ പറയുക, കാറ്റുള്ളത് കൊണ്ടല്ലേ. അപ്പം അതുകൊണ്ടാണ് അത്രയും കാറ്റ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു സൈഡും അടിച്ചു വാരി ഇലകളൊക്കെ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിടും. ചില ഭാഗത്ത് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കത്തിച്ചും വിടാറുണ്ട് കേട്ടോ. കരിയിലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ.
അതെല്ലാം തെങ്ങിൻ്റെ ചോട്ടിൽ ഫുള്ള് ഇടാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അവസാനം തെങ്ങ് കാണൂല, അത്രയും ഉണ്ടാവും ഇലകൾ. അപ്പോൾ മാക്സിമം നമ്മൾ കത്തിച്ചും വിടാറുണ്ട്, ബാക്കിയുള്ളതൊക്കെ തെങ്ങിൻ്റെ ചോട്ടിൽ വിടാറുണ്ട് കേട്ടോ. പിന്നെ എന്താ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു, കുട്ടികളുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ച്. പിന്നെ നമ്മളോട് ഡെയിലി ഷോർട്ട് വീഡിയോയിലാണെങ്കിലും ലോങ് വീഡിയോയിലാണെങ്കിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എന്തിനാണ് വീട്ടിൽ ഷൂ ഇടുന്നത് എന്നുള്ളത്. ഈ ഒരു കാറ്റുകാലമായി കഴിഞ്ഞാൽ എനിക്ക് ഷൂ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ എൻ്റെ കാലങ്ങ് വൃത്തികേടായി പോവും, കാല് പൊട്ടലും ഒക്കെ. പിന്നെ ഞാൻ വർക്കൗട്ടും കൂടിയും ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ എനിക്ക് ഷൂ നിർബന്ധമാണ് കേട്ടോ. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൈറ്റിനുള്ള ബോഡി വെയിറ്റ് അല്ല എപ്പോഴും ഞാൻ ഒരു 10 kg ഇനിയും കുറയണം. പക്ഷെ അത് കുറയ്ക്കുമ്പോഴത്തേക്കും ഞാൻ എല്ലാകുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് അത്രയ്ക്ക് അങ്ങോട്ട് എഫേർട്ട് എടുക്കുന്നില്ല. കുറയുകയാണെങ്കിൽ കുറയട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നമ്മളിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താ പറയുക, ഹെവി വെയിറ്റ് ആയതുകൊണ്ടും കൂടെ എനിക്ക് ഷൂ നിർബന്ധമാണ് കേട്ടോ. ഞാൻ പണ്ട് എപ്പോഴും ഷൂ ഇട്ട് നടക്കുന്ന ആളായിരുന്നു. പിന്നെയാണ് അത് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഷൂ മാറാൻ തുടങ്ങി, ഷൂ ചെരുപ്പ് ഇങ്ങനെയൊക്കെ മാറാൻ തുടങ്ങിയത്. ഇവിടെ വന്ന സമയത്ത് ഞാൻ ചെരുപ്പൊന്നും യൂസ് ചെയ്യില്ലായിരുന്നു ഉള്ളിൽ. പിന്നെ ഇവിടെ വന്നിട്ടാണ് എൻ്റെ കാല് പൊട്ടാൻ തുടങ്ങിയത് കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥയും വെള്ളം ഇതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം മേ ബി. അപ്പം മുതലാണ് ഞാൻ ചെരുപ്പും ഷൂ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് കാണുമ്പോൾ നിങ്ങൾ പുല്ലിൻക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണെന്ന് വിചാരിക്കില്ലേ? അല്ല, മുളകിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്തതാണ് കേട്ടോ. പക്ഷെ മുളക് ചെടി കാണുന്നില്ല, പുല്ല് വളർന്നിട്ട്. അപ്പം ഇതാ സിറ്റൗട്ടൊക്കെ ഒന്ന് കഴുകിയെടുക്കണം, നല്ല പൊടിയുള്ളത് കൊണ്ട്. നമ്മളിപ്പോൾ കഴുകുക തന്നെ നിവർത്തിയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇൻഷാ അല്ലാ. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, ഒരു കാക്ക വന്നിരുന്നപ്പോൾ അതിനെ വെള്ളമടിച്ചിട്ട് ഓടിച്ചു വിട്ടതാണ് കേട്ടോ ഞാൻ മരത്തിലോട്ട്. പിന്നെ ഈ ഒരു ചവിട്ടി എല്ലാം കഴുകിയെടുക്കണം. പിന്നെ ഇങ്ങോട്ടൊക്കെ ഞാൻ കുറേ ഭാഗത്ത് ഞാൻ ചൂല് വെച്ചിട്ട് അടിച്ചു കഴുകും, ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം അടിച്ച് വിടുകയുള്ളൂ കേട്ടോ ചെയ്യുക. നമുക്ക് ഇത്രയും ഏരിയ ചൂല് വെച്ച് അടിച്ച് കഴുകലും നടക്കില്ല, അത്രയും പെയിനാവും കൈ. അങ്ങനെ സോപ്പിൻ്റെ വെള്ളം ഒഴിച്ചിട്ട്, ഇങ്ങനെ സോപ്പ് ലിക്വിഡ് ഇല്ലേ അതൊഴിച്ചിട്ട് ഇങ്ങനെ ഞാൻ ജസ്റ്റ് കാല് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നതുകൊണ്ട് അത്രയ്ക്ക് വൃത്തികേടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മിനി വ്ളോഗ് എന്നല്ല, കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ചിനി ഫ്രം പാലക്കാട്. നമ്മുടെ FB പേജ്, യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും ബൈ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.